രമണ ഭഗവാന്റെ അടുത്ത് ഒരിക്കൽ ഒരു ശിവരാത്രി ദിവസം രാത്രി മഹർഷിയുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് അർത്ഥം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. വളരെ അടുത്തൊരു ഭക്തനാണ് ചോദിച്ചത്. മഹർഷി പറഞ്ഞു, ആട്ടെ, ദക്ഷിണാമൂർത്തി അല്ലേ? ചോദിക്കുമ്പോൾ ഒരു വൈകുന്നേരം ഒരു 6:30 മണി 7 മണി സമയത്താണ്. മഹർഷി ഇരിക്കുന്നതും ദക്ഷിണാഭിമുഖമായിട്ട് തന്നെയാണ്. അങ്ങോട്ട് എഴുന്നേറ്റിരുന്നു. അപ്പോൾ ഇവർ ഒരു 5-8-10 പേരേ ഉള്ളൂ. ഇപ്പോൾ ഉപദേശിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ സമയം പോയി. പിന്നെ ഇവരൊക്കെ കണ്ണടച്ച് ധ്യാനനിഷ്ഠരായിട്ട് സമാഹിതരായിട്ടിരുന്നു. വിശ്വനാഥൻ എന്ന് പറഞ്ഞ ഭക്തൻ, വിശ്വനാഥ സ്വാമി, അദ്ദേഹമാണ് ചോദിച്ചത്. അദ്ദേഹം പിന്നെ പറഞ്ഞു, ഞങ്ങൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ചിരിക്കണു, സൂര്യോദയം ആയിരിക്കണം. അപ്പോൾ മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം, മൗനത്തിലെ ആ പരബ്രഹ്മതത്വത്തിനെ പ്രകാശിപ്പിക്കുക, ഉപദേശിക്കുക, ഇതൊക്കെ മഹാപ്രഭാവശാലികളായ യോഗികൾ, ജീവൻമുക്ത പുരുഷന്മാരുടെ സാന്നിധ്യഫലത്തിൽ നടക്കുന്നതാണ്. ചില ജ്ഞാനികളുടെ സന്നിധിയിൽ ചിത്തിന് പ്രാധാന്യം ഉണ്ടാവും, ചില ജ്ഞാനികളുടെ സന്നിധിയിൽ ആനന്ദത്തിന് പ്രാധാന്യം ഉണ്ടാവും. ഈ ആനന്ദമാണ് ഭക്തിമാർഗം. ചിത്തിന് പ്രാധാന്യമുള്ളപ്പോൾ ജ്ഞാനം. ഇപ്പം രമണ മഹർഷിയുടെ സന്നിധിയിൽ ആ ചിത്താണ്, ചൈതന്യരസമാണ്. ശ്രീരാമകൃഷ്ണദേവൻ്റെ സന്നിധിയിലാണെങ്കിലോ ആനന്ദത്തിനാണ്, അവിടെ ആനന്ദമാണ്, ഭക്തി. രണ്ടും ഒരേ ഇതിൻ്റെ കലകളാണ് ഇതൊക്കെ. ആ ചൈതന്യത്തിൻ്റെ ചിദ്രസം കൊണ്ടുണ്ടാക്കപ്പെട്ട മൂർത്തിയാണ് ദക്ഷിണാമൂർത്തി.